ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856 ഓഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാലനാമം നാണു. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടൻ ആശാനും കുട്ടിയമ്മയും. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ ഗുരു തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിൻ്റെ വീടിൻ്റെ പേര് വയൽവാരം വീട്, ചെമ്പഴന്തി. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888 മാർച്ച് 5. അരുവിപ്പുറത്ത് ഗുരു പ്രതിഷ്ഠിച്ചത് എന്ത്? ശിവലിംഗം. അരുവിപ്പുറം ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ പ്രാധാന്യം. ജാതി വ്യവസ്ഥയ്ക്കെതിരായ നേരിട്ടുള്ള വെല്ലുവിളി. SNDP യോഗം സ്ഥാപിതമായ വർഷവും സ്ഥലവും 1903 മെയ് 15, വൈക്കം. SNDP യോഗത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. SNDP യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി കുമാരൻ ആശാൻ. SNDP യോഗത്തിൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവയിലെ ആശ്രമം അദ്വൈതാശ്രമം. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷവും സ്ഥലവും 1928 സെപ്റ്റംബർ 20, ശിവഗിരി. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച വർഷം 1933. ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന തീയതികൾ ഡിസംബർ 30, 31, ജനുവരി 1. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ: ആത്മോപദേശ ശതകം, ദൈവദശകം, ജാതി നിർണയം, ദർശനമാല. ശ്രീനാരായണ ഗുരുവിൻ്റെ മുദ്രാവാക്യം: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. കലവൻകോട് ക്ഷേത്രത്തിൽ ഗുരു പ്രതിഷ്ഠിച്ചത് എന്ത്? ഏതു വർഷം? കണ്ണാടി, 1916. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന ശിഷ്യൻ കുമാരൻ ആശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാൾ സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാമത്തെ ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ശ്രീലങ്ക, 1925, കൊളംബോ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം രചിച്ചത് ആര്? മൂലൂർ എസ് പത്മനാഭ പണിക്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.